ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹണി റോസിനെ കുണ്ടി ദേവി അങ്ങനെ എന്തോ വിളിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യം ഞാനൊരു കാര്യം പറയാം. നാളുകളിൽ ഏതെങ്കിലും ഒരു സ്ത്രീകൾ അവരെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചതോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയുടെ താഴെ ആരെങ്കിലും നെഗറ്റീവായി കമന്റ് ഇട്ടാൽ അവർ പോലീസിൽ പരാതി പറഞ്ഞാൽ നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത പോലെ അവരെയും അറസ്റ്റ് ചെയ്യണം. അതായത് ഹണി റോസിന് ഒരു പ്രത്യേകതയും വേറെ ഉള്ള സ്ത്രീകൾക്ക് മറ്റൊരു പ്രത്യേകതയും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയാണ്. ബോബി ചെമ്മണ്ണൂരിന് 100% സപ്പോർട്ട് അടിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമ്മുടെ സിനിമാ നടിമാർക്കും ആർക്കാണെങ്കിലും തോന്നിയതുപോലെ നടക്കാം, എങ്ങനെ വേണമെങ്കിലും പോകാം. അതിൻ്റെ താഴെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടാൽ അത് കേസായി. അതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അത് കേസായി. ഞാനൊരു കാര്യം പറയാം. ദിവ്യ പ്രഭ, നമുക്കൊക്കെ അറിയാം, ഒരു മൂവി അവളുടെ എല്ലാം ഇങ്ങനെ ഓപ്പണായി വെക്കുന്നുണ്ട്, നമ്മളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ സ്വാതന്ത്ര്യം, ഇതിനൊന്നും നമുക്കൊന്നും പറയാനില്ല. അതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം പറഞ്ഞു വിചാരിച്ചു. അതായത് അങ്ങനെ വെക്കാൻ പാടില്ല, അങ്ങനെ കാണിക്കാൻ പാടില്ല. അത് നമ്മളെ കുട്ടികളെ, ചെറിയ കുട്ടികളൊക്കെ കാണുന്നതാണ് യൂട്യൂബിലൊക്കെ വന്നാൽ. അപ്പോൾ എനിക്കെതിരെ കേസ്. എന്താണിത്? അപ്പോൾ ഹണി റോസ് നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ഒരൊറ്റ ആണുങ്ങളും പറയുന്നുണ്ടോ? അതായത് ഹണി റോസിന്റെ ഡ്രസ്സ് നല്ല ഹണി റോസ് എല്ലാം കറക്റ്റായി മറിച്ചു വരുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഹണി റോസിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഹണി റോസിന് ധരിക്കാം, ഇതിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിൻ്റെ താഴെ കമൻറ്റും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഹണി റോസിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഹണി റോസ് എവിടെയെങ്കിലും വന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ട് കാണാൻ പോകും. അപ്പോൾ നമ്മളൊരു കമൻറ്റ്, ഹണി റോസിൻ്റെ ഡ്രസ്സ്, ഹണി റോസിൻ്റെ ഒരു കോലം നോക്കടാ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാവും. നമ്മുടെ ബോബി ചെമ്മണ്ണൂറും ചെയ്തത് അത്രയാണ്. നോക്കുക, ബോബി ചെമ്മണ്ണൂർ കുണ്ടി ദേവി എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അതിൽ ഞാനൊക്കെ പറയുന്നുണ്ട്, അത് തെറ്റ് തന്നെ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹണി റോസ് മോഹൻലാലിന്റെ മോൺസ്റ്റാർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോഹൻലാൽ, അതായത് ലോകപ്രസിദ്ധനായ മോഹൻലാൽ സാർ അടക്കം ഇങ്ങനെ ഹണി റോസിനെ ആ ഒരു സിനിമയുടെ മുമ്പിലായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹണി റോസിന് ഒരു പ്രശ്നവുമില്ല. അതായത് മോഹൻലാൽ സാറിന് എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ബോച്ച ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ട് 10-15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹണി റോസ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഒന്നെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ ആരോ ഹണി റോസിനോ നിർബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞതാണ്, കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഹണി റോസിൻ്റെ കുറേ പോസ്റ്റുകൾ ഞാൻ കാണാനിടയായി. അപ്പോൾ അതിൻ്റെ താഴെ, അതായത് കുറേ ഒരു 2 മാസം മുമ്പ് 3 മാസം മുമ്പ് ഇട്ട പോസ്റ്റാണ്, അതിൻ്റെ താഴെ എത്രയോ നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. അപ്പോഴൊന്നും ഹണി റോസ് എവിടെ പോയിട്ടുണ്ടായിരുന്നു? ഹണി റോസ് എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തില്ല? അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഹണി ട്രാപ്പിൽ പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയാം. എന്താവശ്യമാണ്? അതായത് ഞാനൊരു കാര്യം പറയാം. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു മാപ്പ് പറയാം, ഒരു സോറി പറയാം നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അവിടെ ഒതുക്കേണ്ട ഒരു ചെറിയ പ്രശ്നമാണിത്. അതിന് ഇത്രയും വലിയ കേസാക്കി കൊണ്ടുപോകാൻ എന്തിൻ്റെ റൈറ്റ്സ് ഉണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ എത്ര കേസുകൾ അന്വേഷിക്കാത്ത കേസുകളുണ്ട്, എത്ര പീഡന കേസുകളുണ്ട്. ഇതൊന്നും പോലീസിന് അന്വേഷിക്കാൻ സമയമില്ല, ഇതിനൊന്നും മീഡിയകൾക്ക് സംസാരിക്കാൻ സമയമില്ല. ചെറിയ ഒരു കാര്യം ബോബി ചെമ്മണ്ണൂർ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ക്ഷമ ചോദിച്ചോളാം അടക്കം ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം, യുവന്മാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഹണി റോസ് ഉൾപ്പെടെ എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെ പ്രതികരിക്കുന്നവർ കംപ്ലൈൻറ്റ് കൊടുക്കും. നമുക്കതിനൊന്നും പ്രതികരിക്കാൻ പറ്റൂല. ഹണി റോസിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഹണി റോസിന് എങ്ങനെ വേണമെങ്കിലും പോവാൻ വരാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പം നാളുകളിൽ ഇതൊരു ചെറിയ അക്കൗണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഇതങ്ങ് വൈറലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹണി റോസ് എനിക്കെതിരെയും കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. സംസാരിക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ പേരിൽ എത്ര 10 വർഷം ജയിലിൽ കിടന്നാലും പ്രശ്നമില്ല. അപ്പോൾ എനിക്കൊരു കാര്യം പറയാണ്ട്, സ്വയം കുറച്ച് ചിന്തിക്കുക. ഹണി റോസ് തന്നെ കുറച്ച് സ്വയമായിട്ട് ചിന്തിക്കണം. അതായത് എൻ്റെ ഭാഗത്തും ചെറിയ തെറ്റെന്നല്ല, ഹണി റോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അതിന് ചെറിയൊരു അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം നമുക്കുമുണ്ട്. അതായത് ഹണി റോസിൻ്റെ ഡ്രസ്സ് കൊള്ളാമല്ലോ അങ്ങനെ.
ഇത് ബോബി ചെമ്മന്നൂറിനെ ട്രാപ്പിൽ പെടുത്തിയതാണ്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും, നമുക്കൊക്കെ അറിയാം ബോബി ചെമ്മന്നൂർ വയനാട്ടിലായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ബോബി ചെമ്മന്നൂർ നല്ല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും ഒന്ന് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആരോ ഗൂഢാലോചനയിൽ ഹണി റോസിനോട് പറഞ്ഞ് കേസ് കൊടുത്തതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇതെല്ലാം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.